ബന്ധപ്പെട്ട് അവരോട് നിങ്ങൾ കാണിക്കേണ്ടുന്ന സഹവർത്തിത്തെ സംബന്ധിച്ചും അവരോട് നിങ്ങൾ കാണിക്കേണ്ടുന്ന നന്മയെപ്പറ്റിയുമെല്ലാം പഠിപ്പിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും. പല ഖുതുബകളിലും പല പ്രസംഗങ്ങളിലും പല ക്ലാസ്സുകളിലുമെല്ലാം ഇത്തരമൊരു സംഭവം കേട്ട് കഴിഞ്ഞാൽ പല മാതാപിതാക്കളും മക്കളോട് പറയുന്നത്, ഇന്നത്തെ ഖുതുബയുണ്ടല്ലോ അത് നിനക്കുള്ളതാണ്. ഒരു മാതാവിനോട് അല്ലെങ്കിൽ പിതാവിനോട് ഏത് രൂപത്തിൽ നിങ്ങൾ പെരുമാറണം, അവരോട് ഏത് രൂപത്തിൽ നിങ്ങൾ വർത്തിക്കണമെന്നെല്ലാമാണ് ആ ഖുതുബയിൽ ഖതീബ് അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ പ്രാസംഗിയെല്ലാം പറഞ്ഞത് എന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതേ രൂപത്തിൽ തന്നെ മക്കളോട് മാതാപിതാക്കൾക്കുള്ള കടമയെ സംബന്ധിച്ച് അവരോട് മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെല്ലാം വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പലയിടങ്ങളിലും പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇന്ന് ആ രൂപത്തിലല്ല മക്കളെ വളർത്തുന്ന നമുക്ക് കാണാൻ സാധിക്കുക. ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് അവർ ചെയ്യേണ്ടുന്ന കടമയെ സംബന്ധിച്ച് അവർ മറന്നുപോയിട്ടുണ്ട്, അവർ വിസ്മരിച്ചു പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മക്കളെ നന്നായി വളർത്തണം, എങ്ങനെ ആ മക്കൾക്ക് കൃത്യമായ ദീനീബോധം നൽകണം, എങ്ങനെ ആ മക്കൾക്ക് കൃത്യമായ ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകണമെന്ന വിഷയത്തിൽ പല മാതാപിതാക്കളും പരാജയപ്പെട്ടു പോയൊരവസ്ഥയിലാണ് ഇന്ന് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. ഏത് ഉത്തരവാദിത്തമാണോ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ആ ഉത്തരവാദിത്തത്തെ പറ്റി നാളെ സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഞാൻ വലിയൊരു അനുഗ്രഹം നൽകിയിട്ടില്ലേ? നിങ്ങളുടെ ചുറ്റും നിങ്ങൾ പരിശോധിച്ച് നോക്കുക, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് പല ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. മകന് അല്ലെങ്കിൽ മകള് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് പല മാതാപിതാക്കൾക്കും പല ആളുകൾക്കും അത്തരമൊരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ആ മക്കളെ നൽകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന മറ്റൊരു ഉത്തരവാദിത്തമാണ് ആ മക്കൾക്ക് കൃത്യമായ തർബീയത്ത് നൽകുക എന്നുള്ളത്. ആ മക്കളെ നല്ല രൂപത്തിൽ ദീനിയായ ചിട്ടയോടുകൂടി വളർത്തുക എന്നുള്ളത്. അതല്ലാതെ ഏതെങ്കിലും വിധത്തിൽ അവർ പോയിക്കോട്ടെ എന്നോ അവർക്ക് കൃത്യമായ ദീനീബോധം നൽകേണ്ട എന്നോ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് എത്തി എന്നുള്ളത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഏത് രൂപത്തിലുള്ള തർബീയത്താണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ളത് ചോദിക്കുമ്പോൾ, എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ കൃത്യമായി ഞാൻ മദ്രസകളിൽ പറഞ്ഞയച്ചിട്ടുണ്ട്, അവർ അവിടെ നിന്ന് ദീനി വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്, അവർ 7ഉം 8ഉം ക്ലാസ്സുകളിൽ അവിടെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ഉത്തരവാദിത്വം തീർന്നു, ആ ഉത്തരവാദിത്വം അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്ന പല മാതാപിതാക്കളുമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. മക്കളെ അവർക്ക് എന്താണ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ രൂപത്തിൽ മറുപടി പറഞ്ഞ് തൻ്റെ ഉത്തരവാദിത്വം അവസാനിച്ചു, ഇനി ഒന്നും നൽകേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് പല മാതാപിതാക്കളും സംസാരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം വല്ലാത്തൊരു മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് അവർക്ക് തർബിയത്ത് നൽകേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവർക്ക് ഏത് രൂപത്തിൽ തസ്കിയത്താണ് നൽകേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ആ രൂപത്തിൽ കൃത്യമായി അവരെ നല്ല മക്കളായി വളർത്തുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ ആ മകനെ അല്ലെങ്കിൽ ആ മകളെ ഇനി മദ്രസയിൽ പോകേണ്ടതില്ല. എന്താ കാരണം? 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്, സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്, അവനക്ക് അവിടെ ഒരുപാട് പഠിക്കാനുണ്ട്, അവിടെ ഒരുപാട് മാർക്ക് നേടേണ്ടതുണ്ട്. ഈ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെങ്ങനെയാണ് വളർന്നു പോകുന്നത്, അവർ വളർന്നു പോകുന്ന ചുറ്റുപാട് എങ്ങനെയാണ് എന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അമാനത്താണ് മക്കള് എന്നുള്ളത്. എന്താണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ, ഒരാൾ എന്തെങ്കിലും ഒരു വസ്തു ചില കാലങ്ങൾക്ക് മാത്രം സൂക്ഷിക്കുവാൻ വേണ്ടി നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് അമാനത്ത്. അത് എങ്ങനെയാണോ ആ മനുഷ്യൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതേ രൂപത്തിൽ ഒരു കേടുപാടും പറ്റാതെ തിരിച്ചു നൽകുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അമാനത്താണ് മക്കൾ. ആ മക്കൾ ഏത് രൂപത്തിൽ വളർന്നുവെന്ന്, ആ കുട്ടി ഏത് രൂപത്തിൽ വളർന്നു വരുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്.
പിന്നീട് ആ കുട്ടികളിൽ മാറ്റമുണ്ടാക്കുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കളായിരിക്കാം, ആ കുട്ടിയുടെ സഹോദരങ്ങളായിരിക്കാം, ആ കുട്ടിയുടെ കൂട്ടുകെട്ടുകളായിരിക്കാം, ആ കുട്ടി ജീവിച്ചു പോകുന്ന സന്ദർഭങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ സന്ദർഭങ്ങളിൽ ജീവിക്കുമ്പോൾ, ആ കൂട്ടുകെട്ടുകളിൽ ജീവിക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസമാണ് എൻ്റെ മകൻ ലഭിക്കേണ്ടത്, എൻ്റെ മകൻ ഏത് രൂപത്തിലുള്ള ധാർമ്മികമായ വിദ്യാഭ്യാസമാണ് അവൻ നേടേണ്ടത് എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കേണ്ടതുണ്ട്. നേർമറിച്ച് ഇന്നതൊന്നുമില്ല. മക്കളെ വിട്ടേക്കുകയാണ്. അവനക്ക് ജീവിക്കേണ്ടത് പോലെ അവൻ ജീവിക്കട്ടെ, അവൻ സന്തോഷമായി ജീവിക്കട്ടെ. കാരണം ഈ ലോകം ഒന്നല്ലേയുള്ളൂ, ഈ ജീവിതം ഒന്നല്ലേയുള്ളൂ, അതവൻ ആസ്വദിക്കട്ടെ എന്ന് ചിന്തിച്ച് മക്കളെ അവർക്ക് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകി അവരെ പറഞ്ഞയക്കുകയാണ്. എന്താ മക്കൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഹക്ക്, മക്കളോട് നിങ്ങൾക്കുള്ള ഹക്ക് എന്താണ് ചോദിക്കുമ്പോൾ, ആ രൂപത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ പല മാതാപിതാക്കളും നൽകുന്ന മറുപടി, അവനക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്, അവനക്ക് വേണ്ടി ഞാൻ ഒരുപാട് നേടിയെടുത്തിട്ടുണ്ട്, അവനക്ക് ഉടുക്കുവാനുള്ള വസ്ത്രം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, അവനക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണം ഞാൻ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ തങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന പല മാതാപിതാക്കളും നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു അപകടമാണ്, അത് വല്ലാത്തൊരു ഗൗരവമുള്ള വിഷയമാണ്. അവർക്ക് കൃത്യമായ ദീനി ബോധം നൽകിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ മകളെ ഏതെങ്കിലും ഒരു അറബി കോളേജിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അവർക്കിടയിൽ ഇതുവരെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത രൂപത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ ഏത് രൂപത്തിൽ വളർന്നു പോകും, അവന്റെ ഭാവി എന്താകും, അവനിനി ഏത് രൂപത്തിലാണ് സമ്പാദിക്കുക എന്നൊക്കെ രൂപത്തിൽ ചിന്തിച്ച് അവസാനം അറബി കോളേജിലേക്ക് പോകേണ്ടതില്ല, ഏതെങ്കിലും കോളേജിലേക്ക് പറഞ്ഞയച്ച് അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന, ദുനിയവിയായും ആഖിറപരമായും അവന്റെ ജീവിതം അവസാനിപ്പിച്ച് കളയുന്ന രൂപത്തിലേക്ക് ഇന്ന് പല മാതാപിതാക്കളും എത്തിയിട്ടുണ്ട്. എന്താ, അറബി കോളേജിൽ ദീന് പഠിപ്പിക്കുന്നുണ്ട്, ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും വേണ്ട എന്ന രൂപത്തിലേക്ക് ഇന്ന് പല മാതാപിതാക്കളും എത്തിയിട്ടുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും എല്ലാ ആളുകളോടും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണമെന്ന്. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ സവിശേഷതയാണ്, ആ നരകം എങ്ങനെയുള്ളതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകമുണ്ടല്ലോ, നരകം എന്ന് പറയുന്നത് മനുഷ്യനും കല്ലുകളും മാത്രം ഇന്ധനമാകുന്ന ഒരു നരകമാണ്. അവിടെ അതിന്റെ ഭടന്മാര് പരുഷ സ്വഭാവികളായിട്ടുള്ള മലക്കുകളാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, ആ കത്തിയാളുന്ന മനുഷ്യനും കല്ലുകളും മാത്രം ഇന്ധനമാകുന്ന ആ നരകത്തിലേക്ക് ഇന്ന് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ നമ്മൾ ഏറെ സ്നേഹിച്ച്, നമ്മൾ ഏറെ ആനന്ദിച്ച് വളർത്തിയ നമ്മുടെ മക്കളെ നമ്മൾ തള്ളിയിടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ലോകത്തിൽ കല്ല് കത്തുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും അടുപ്പുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കല്ലാണ്. എന്തുകൊണ്ടാ? കാരണം കല്ല് കത്തൂല എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ടാ. പക്ഷെ നാളെ നരകത്തിൽ കത്തുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, ആ നരകത്തിന്റെ ഒരു ഇന്ധനമായി, ആ നരകത്തിന്റെ ഒരു വിറകുകൊള്ളിയായി, ആ നരകത്തിന്റെ ഒരു കല്ലായി നമ്മുടെ മക്കളെ നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നാളെ റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകും. ആ റബ്ബിന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുവാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ചോദ്യം ചെയ്യുമെന്ന് നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു സ്ത്രീയുടെ വിഷയം പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ റാണിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ മക്കളെ നന്നായി വളർത്തേണ്ടത്, ആ മക്കളെ നല്ല രൂപത്തിൽ ദീനീബോധം നൽകി അവരെ നേർവഴിയിലേക്ക് എത്തിക്കേണ്ടത്, നാളെ നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും സമൂഹത്തിനുമെല്ലാം ഉപകാരപ്പെടുന്ന മക്കളാക്കി വളർത്തേണ്ടത് ആ മാതാവിന്റെ വലിയൊരു കടമയായിട്ട് അവർ മനസ്സിലാക്കണം. പക്ഷേ ഇന്ന് എന്താ നമ്മൾ കാണുന്നത്? ചെറിയ കുട്ടി ഉണ്ടായ പോലും എന്തെങ്കിലും പണിയിലോ മറ്റെന്തെങ്കിലും പണിയിലോ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ? ഫോൺ കൊടുക്കും. ദീൻ കൊടുക്കില്ല,
ഫോൺ കൊടുക്കും. ഫോൺ കൊടുത്തിട്ട് ആ കുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കിച്ചണിൽ, നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കത്തി ഉണ്ടല്ലോ, മൂർച്ചയേറിയ കത്തി. ആ കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും അവർക്ക് വേണം, എന്ത് കണ്ടാലും അവർക്ക് വേണം. കത്തി ചോദിക്കും, കൊടുക്കുമോ നമ്മൾ? ആ മൂർച്ചയേറിയ കത്തി നമ്മോട് ചോദിക്കുമ്പോൾ നമ്മളത് കൊടുക്കുമോ? ഇല്ല. കാരണം ആ കുട്ടി അതിന് മുറിവേറ്റ് കഴിഞ്ഞാൽ അതോടെ കരയുന്നത് ആ കുട്ടി മാത്രമായിരിക്കില്ല, എല്ലാവരും കരയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അതിനേക്കാൾ മാരകമായ ഒരു വസ്തു നമ്മുടെ കുട്ടികളെ കൊടുത്തിട്ട് അവരെ എല്ലാവിധത്തിലും ദീനീപരമായിട്ട് മറ്റെല്ലാ രംഗത്തിൽ നിന്നും അവരെ തള്ളി നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാതാപിതാക്കൾ എത്തിയിട്ടുള്ളത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് നമ്മൾക്ക് നൽകാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ആ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളോ കൊട്ടാര സമാനമായിട്ടുള്ള വീടുകളോ അതല്ലെങ്കിൽ ആഡംബരത്തിന്റെ അവസാന വാക്കുകൾ എന്ന് പറയപ്പെടുന്ന വാഹനങ്ങളോ അല്ല. നേരെ മറിച്ച് ഞാൻ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ മകൻ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മകന് ജനാസ നമസ്കരിക്കുന്ന, ആ മകന് വേണ്ടി ദുആ ചെയ്യുന്ന, ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുവഹിദുകളായ അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുന്ന മുവഹിദുകളായ 40 ആളുകൾ അവന് വേണ്ടി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ രൂപത്തിലേക്ക് ഇന്ന് നമ്മുടെ മക്കൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും ദഅവാ പ്രബോധന രംഗത്തേക്ക് നമ്മുടെ മക്കളെ വിളിച്ചു കഴിഞ്ഞാൽ പല മാതാപിതാക്കൾക്കും ഒഴിവ് കഴിവുകളെ പറയാൻ സാധ്യതയുള്ളൂ. നേരെ അതിനേയുള്ളൂ. അവനക്ക് പഠിക്കാനുണ്ട്, അവനക്ക് പരീക്ഷയുണ്ട്, അവനക്ക് അതുണ്ട്, അവനക്ക് മറ്റേ പല തിരക്കുകളുമുണ്ട്. പക്ഷേ ദഅവാ രംഗത്തേക്ക്, പ്രബോധന രംഗത്തേക്ക്, ദീനി ദഅവത്ത് രംഗത്തേക്കൊന്നും നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ ഇന്ന് പല മാതാപിതാക്കൾക്കും ഒരു ആവശ്യവുമില്ല, ഒരു താല്പര്യവുമില്ല. മരണപ്പെട്ടു പോകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? നാളെ മരണപ്പെട്ടു പോകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? എപ്പോഴാണ്, എവിടെ വെച്ചാണ് നമ്മൾ മരണപ്പെടുക എന്ന കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടോ? എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, ഏത് രൂപത്തിൽ നമ്മൾ മരണപ്പെടുന്ന കൃത്യമായൊരു ബോധ്യം നമുക്കില്ല. അതുകൊണ്ട് കിട്ടിയ സമയം, കിട്ടിയ അവസരം അത് കൃത്യമായി മുതലാക്കി നമ്മുടെ മക്കൾക്ക് കൃത്യമായ ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകി, ധാർമ്മികമായ ബോധം നൽകി, ദീനീ ദഅവാ രംഗത്തേക്ക്, ദീനീ വിജ്ഞാന രംഗങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയച്ച് ഈ ലോകത്ത് കാണുന്ന എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും, എല്ലാവിധ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നുമെല്ലാം അവർക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ നൽകുവാൻ സഹോദരങ്ങളെ ഈ ദീനീപരമായ വിജ്ഞാനം കൊണ്ടേ സാധിക്കുള്ളൂ. അതുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അതവർക്ക് കൊടുക്കാനാണ് തീരുമാനിക്കേണ്ടത്, അതവർക്ക് നൽകാനാണ്. മറ്റെന്ത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. നാളെ പടച്ചോന് ചോദിക്കുന്നത് ദീനീപരമായിട്ട് എന്തുണ്ടെന്നാണ്. നല്ല മക്കളുണ്ടെങ്കിലേ നല്ല പ്രാർത്ഥന വരുള്ളൂ. നല്ല മക്കളുണ്ടെങ്കിലേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു തലമുറ ഉണ്ടാകുന്നുള്ളൂ. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ശരീരം ഖബറിലേക്ക് എടുത്തു വെക്കുന്നതോടുകൂടി 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തിരിച്ചു പോരുന്ന. എന്തൊക്കെയാ 3 കാര്യങ്ങൾ? സ്വദഖത്തുൻ ജാരിയ, ഒന്ന് ജാരിയായ സ്വദഖയാണ്. 2 ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമാണ്. അവൻ ഇതുവരെ നേടിയെടുത്ത നാളെ ആഖിറത്തിലേക്കും ഉപകാരപ്പെടുന്ന ഇൽമാണ്. 3-ാമത്തെ കാര്യം വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ആ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ആ രൂപത്തിൽ എന്ത് ധാർമ്മികമായ വിദ്യാഭ്യാസം അവർക്ക് നൽകിയിട്ടുള്ളത്? നാളെ എൻ്റെ മകൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് വേണ്ടി ജനാസ നമസ്കരിക്കുവാൻ, അവന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരുപാട് ആളുകൾ അവിടെ എത്തുമെന്ന് ചിന്തിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്? ഏകദേശം വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറുപ്പക്കാരന്റെ മരണം ചിലപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഇതുപോലെ ഒരു ഇസ്ലാമികരമായ ചർച്ചകളൊക്കെ കഴിഞ്ഞ് കോഴിക്കോടുള്ള സീഡി ടവറിൽ നിന്നും മടങ്ങിയതാണ് അവന്. പിന്നീട് രാവിലെ കാണുന്ന ന്യൂസ് അവന് ഭയങ്കര ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവൻ ആശുപത്രിയിലാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ എല്ലാവരും അവന് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് എല്ലാവർക്കും അവനക്ക് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങി. 2-3 ദിവസം അവൻ വെന്റിലേറ്ററിൽ കിടന്നു.
മൂന്നാമത്തെ ദിവസം അവൻ്റെ മരണം സ്ഥിരീകരിച്ചു. അവൻ്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെ അനുഗമിച്ച ആളുകൾ എണ്ണിയാൽ അത്രയും ആളുകളായിരുന്നു അവൻ്റെ ജനാസയെ അനുഗമിച്ചുകൊണ്ട് അവിടെ എത്തിയത്. കക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് 3 നില പള്ളിയിൽ 3 തവണ നമസ്കരിച്ചിട്ടും അവൻ്റെ ജമാഅത്ത് നമസ്കരിച്ചിട്ടും ജനാസ നമസ്കരിച്ചിട്ടും വീണ്ടും ആളുകൾ ബാക്കിയായിരുന്നു. അവൻ്റെ ഖബറിലേക്ക് 3 പിടി മണ്ണെടുത്തിടുവാൻ അവിടെ തിക്കും തിരക്കുമായിരുന്നു. അന്ന് അവൻ്റെ പ്രായം 20, 21, 22 വയസ്സായിരുന്നു. ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഇത്രയും ആളുകൾ അവിടെ തടിച്ചു കൂടിയതിന്റെ കാരണം എന്തായിരുന്നു? ഈ ആളുകൾ ഇത്രയും ആളുകൾ അവന്റെ ജനാസ നമസ്കരിക്കുവാൻ വേണ്ടി ഒരു 21, 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ എന്താണ് അതിന് മാത്രം ചെയ്തത്? നമ്മുടെ മക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം നൽകി, എല്ലാവിധ സുഖ സൗകര്യങ്ങളും നൽകി വിട്ടയച്ചിരിക്കുകയാണ്. പക്ഷേ അവർക്ക് നാളെ ഈ രൂപത്തിലുള്ള സമ്പാദിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എത്ര ആളുകൾക്ക് വിശ്വാസമുണ്ട്? അതിന് മാത്രം എന്താ അവൻ ചെയ്തത്? ദീനിനു വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, അവന്റെ ദീനിന് വേണ്ടി അവൻ ദഅവത്ത് നടത്തി. അതിന് ദീനു വേണ്ടി അവൻ പ്രബോധനം നടത്തി. അവന്റെ ദീനിനു വേണ്ടി അവൻ രാപ്പകലില്ലാതെ അവൻ പ്രയത്നിച്ചു. നമ്മുടെ മക്കള് ആ രൂപത്തിൽ മാറിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? സഹോദരങ്ങളെ, ഇത് ചെറിയ കാര്യമല്ല. നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസരം നമുക്കുണ്ടാകും. നാളെ റബ്ബ് നമ്മോട് ചോദ്യം ചെയ്യുന്ന അവസരം ഉണ്ടാകും. നമ്മളെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സമയമുണ്ടാകും. അവിടെ റബ്ബിനോട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടാകും. റബ്ബേ, എനിക്കൊരു അവസരം നീ കൊണ്ടാ, ഞാൻ തിരിച്ചു പോയി നീ പറയുന്ന രൂപത്തിൽ നീ എങ്ങനെയാണ് പഠിപ്പിച്ചത്, നീ എങ്ങനെയാണ് കാണിച്ചു തന്നത്, അതേ രൂപത്തിൽ ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്ന പല മാതാപിതാക്കളും ആ ഒരു അവസരത്തിലുണ്ടാകും. ഈ ലോകമെന്ന് പറയുന്നത് ഇതിന്റെ അവസാനിക്കും. പരലോകത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകേണ്ടത് ദീനുണ്ടാക്കണം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം ഉപകാരപ്പെടുന്ന മക്കളാക്കി അവരെ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് കൃത്യമായ ധാർമ്മികമായ ബോധം മക്കൾക്ക് നമുക്ക് നൽകി അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ സിനാൻ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. അന്ന് അവന്റെ പ്രായം 19, 20 വയസ്സ് മാത്രമായിരുന്നു. കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പല ആളുകളും അവന് വേണ്ടി ജനാസ നമസ്കരിക്കുവാൻ അവിടെ വന്നെത്തിയത് അവന്റെ ദീനിനോടുള്ള അവന്റെ സേവനമാണ്, ദീനിനോടുള്ള അവന്റെ പ്രതിബദ്ധതയാണ്, ദീനിനോടുള്ള ദഅവത്താണ്. അവൻ ദീനിനു വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാവിധ ഖിദ്മാത്തുകളുമാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മക്കൾ ആ രൂപത്തിൽ വളർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? ദീനി വിജ്ഞാനം എന്ന് പറയുന്നത് അത് ഏൽപ്പിച്ച് കൊടുക്കേണ്ടതല്ല, ചെറുപ്പത്തിൽ കൊടുക്കേണ്ട കാര്യമാണ്. വളർന്നു വരുന്ന പ്രായത്തിൽ കൊടുക്കേണ്ടതാണ്. 18 വയസ്സായിട്ട് ഞാൻ പറയുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല, ഞാൻ അവനെ കുറെ പറഞ്ഞു നോക്കി പക്ഷെ അവൻ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ മാറിക്കും. കുറെ പറഞ്ഞു നോക്കി, അവൻ നന്നാവണില്ല. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഒരു സഹോദരി ഇതുപോലെ കടന്നു വരാണ്. അദ്ദേഹത്തിൻ്റെ അടുക്ക് വന്ന് ചോദിക്കുന്നത്, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകനെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷെ അവൻ നന്നാവുന്നില്ല. അവൻ മാതാപിതാക്കളോട് തട്ടിക്കയറി സംസാരിക്കുകയാണ്. മാതാപിതാക്കളോട് അവൻ്റെ പെരുമാറ്റം വളരെ മോശമാണ്. ഞാൻ എന്താ ചെയ്യുക? അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, നീ അവൻ എൻ്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുപോവാ, ഞാനെന്ന് അവനോട് സംസാരിക്കാം. മകനെ കൊണ്ടുവന്ന് ആ മകനോട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിനാ കുട്ടി നൽകുന്ന മറുപടി, ഉപ്പാക്ക് മകനോടൊരു കടമയില്ല, ഉത്തരവാദിത്തമില്ലേ, അതവൻ നിർവഹിക്കണ്ടേ? ഉമർ ഖത്താബ് പറഞ്ഞു, തീർച്ചയായും ഉണ്ട്, അതവൻ നിർവഹിക്കുക തന്നെ ചെയ്യണം. അങ്ങനെയെങ്കിൽ എൻ്റെ ഉപ്പ എനിക്ക് നല്ലൊരു പേര് തന്നിട്ടില്ല, എൻ്റെ ഉപ്പ എനിക്ക് ഖുർആനിൽ നിന്നും ഒരു അക്ഷരം പോലും പഠിപ്പിച്ചു തന്നിട്ടില്ല, എൻ്റെ ഉപ്പ എനിക്ക് നല്ലൊരു ഉമ്മയെ തന്നിട്ടില്ല. അങ്ങനെ ഉമർ ഖത്താബ് ആ ഉപ്പയെ തിരിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യം നീ നന്നാവ്, എന്നിട്ട് മകനെ നന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞു. സഹോദരങ്ങൾ, ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ട് നമ്മളെ മക്കളെ നമ്മൾ നന്നാക്കേണ്ടത്. അവർക്ക് ഏത് രൂപത്തിലാണ് നല്ലൊരു ദീനി ചിട്ടയോടുകൂടി ദീനി ചുറ്റുപാട് അവർക്ക് നൽകുവാൻ സാധിക്കുക, അതൊക്കെ നമ്മൾ അവർക്ക് നൽകണം. അതിൽ പെട്ടതെന്നാണ് ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നത് 4 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് അവളുടെ സൗന്ദര്യം കൊണ്ട്, ഒന്ന് അവളുടെ തറവാടിത്തം കൊണ്ട്, അവളുടെ കുടുംബം കൊണ്ട്,
അവളുടെ ദീന് കൊണ്ട്. എന്നിട്ട് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, നിന്റെ കൈ മണ്ണിൽ പുരണ്ടാലും നീ ദീന് നോക്കി വിവാഹം കഴിക്കണമെന്ന് മഹാനാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് ദീൻ ആരും നോക്കുന്നില്ല, ദീനിന് പ്രാധാന്യം നൽകുന്നില്ല. പരസ്യം കൊടുക്കുമ്പോൾ ദീന് വേണമെന്നൊക്കെ പറയും, പക്ഷേ അതിനൊരു പ്രാധാന്യവുമില്ല. നേരെ മറിച്ച് അവൻ വിദ്യാഭ്യാസമുണ്ടോ, അവൻ നല്ലൊരു തറവാട്ടിലാണോ അവൻ ജീവിക്കുന്നത്, നല്ല കുടുംബമാണോ, നല്ല മഹിമയുണ്ടോ എന്നൊക്കെയാണ് അവൻ നോക്കുന്നത്. നേരെ മറിച്ച് ആ മകന്, ആ മകൾക്ക്, അവർക്ക് വേണ്ടി നമ്മൾ ആലോചിക്കുന്ന ഇണയ്ക്ക് അവർക്ക് ദീനീപരമായ ബോധം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ അത് നോക്കിയിട്ടാ കെട്ടിച്ചുകൊടുത്തിരുന്നത്, നേരെ തിരിഞ്ഞുപോയി. എന്നിട്ട് മക്കളെ വളരുമ്പോൾ അവർ വളരെ മോശമായ രൂപത്തിൽ ഈ ഉമ്മയുടെ ലാളനം കിട്ടിയിട്ടാ വളരുന്നത്. അതാണ് ഉമർ ഖത്താബിന്റെ അടുക്കല് ആ ഒരു സഹോദരൻ വന്ന് അഭിപ്രായം പറഞ്ഞത്. ആ കുട്ടി വന്നിട്ട് പറഞ്ഞത് അതാണ്, എൻ്റെ ഉപ്പ എനിക്ക് നല്ലൊരു ഉമ്മയെ തന്നിട്ടില്ല. കാരണം ഉമ്മ വീട്ടിലിരുന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് കൃത്യമായ ദീനി വിദ്യാഭ്യാസം എൻ്റെ ഉമ്മ എനിക്ക് തന്നിട്ടില്ല. ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. മക്കളുടെ വിഷയത്തിൽ നാളെ റബ്ബ് നമ്മോട് ചോദ്യം ചെയ്യും. ഞാനും നിങ്ങളൊക്കെ ആ റബ്ബിന്റെ മുമ്പിൽ, എല്ലാ ആളുകളുടെയും മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിലേക്ക് വലിച്ചെഴുക്കാൻ വേണ്ടി മലക്കുകൾ പറയുന്ന ഒരു അവസരം ഉണ്ടാകും. അതിൽ നിന്നും കാത്തു രക്ഷിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد مصطفى صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ലുഖ്മാൻ എന്ന പേരിലാണ്. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിക്കുക. ഓരോ തവണയും യാ ബുനയ്യ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ ഉപ്പ തൻ്റെ മകനെ വിളിക്കുന്നത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം. പൊന്നുമോനെ, നീ ഒരിക്കലും ഷിർക്ക് ചെയ്യരുത്, അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കരുത്. കാരണം ഷിർക്ക് എന്നുള്ളത് മഹാപാതകമാണ്. പിന്നെയും നാം കാണാൻ സാധിക്കും യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക്. പൊന്നുമോനെ, നീ നമസ്കാരം നിലനിർത്തണം, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ കൊണ്ട് വിരോധിക്കണം, നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. വീണ്ടും യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നീ ചെയ്യുന്നൊരു തെറ്റുണ്ടല്ലോ, അത് എത്ര ചെറിയ തെറ്റാണെങ്കിലും, ഒരു കടുകമണിയോളമുള്ള തെറ്റാണെങ്കിൽ പോലും യഅതി ബിഹല്ലാഹ്, അത് നീ ചെയ്യുന്നത് ഈ ലോകത്തിന്റെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ആര് കാണാത്ത ഒരിടങ്ങളിലാണെങ്കിലും, ഒരു പാറക്കുള്ളിൽ ആരും കാണില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് കൊണ്ടുവരും കേട്ടോ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹ് എല്ലാ കാര്യത്തെയും കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് മഹാൻ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകൻ നൽകുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യാ ബുനയ്യ ലാ തുസഖിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മർഹാ, നീ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല രൂപത്തിൽ സഞ്ചരിക്കണം, നല്ല രൂപത്തിൽ വിനയത്തോടു കൂടി നടക്കണം. അതുപോലെ ആളുകളോട് വർത്തിക്കുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ നല്ല രൂപത്തിൽ സംസാരിക്കണം, പെരുമാറണമെന്ന് മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് ആവശ്യത്തിനും അത്യാവശ്യത്തിനും വേണ്ടത് ഉപദേശങ്ങളാണ്, ദീനീ വിജ്ഞാനങ്ങളാണ്, ദീനീപരമായ ബോധമാണ്, ധാർമ്മികമായ വിദ്യാഭ്യാസമാണ്, ധാർമ്മികമായ ബോധമാണ്. അതവർക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതവർക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കി കൊടുക്കണം. നമുക്കറിയില്ലേ,
എവിടെയാണോ അറിയപ്പെടുന്നത് അവിടെ എത്തിച്ചു കൊടുക്കുക. മദ്രസകൾ എത്തിച്ചു കൊടുക്കുക, ദീനീപരമായി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ എത്തിച്ചു കൊടുക്കുക, അറബി കോളേജുകൾ എത്തിക്കുക. അതുപോലെ ഇത്തരം ക്ലാസ്സുകൾ, ഖുർആൻ ക്ലാസ്സുകൾ, ഹദീസ് ക്ലാസ്സുകൾ, അതുപോലെ മതപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെല്ലാം ക്ലാസ്സുകളുണ്ടോ അതിലേക്കെല്ലാം അവരെ പറഞ്ഞയച്ച് ദീനീപരമായ വിജ്ഞാനം അവർക്ക് നൽകാൻ കൃത്യമായ ബോധ്യം നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി ദീനീപരമായി വളർത്തുന്ന മക്കളാക്കി വളർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.